ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ISLൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു. 2-നെതിരെ 3 ഗോളുകൾക്കാണ് ഒഡീഷയെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാം പകുതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗംഭീര തിരിച്ചുവരവ് നടത്തിയത്. 3 ഗോളുകളും പിറന്നത് രണ്ടാം പകുതിയിലാണ്. ടീം ഒന്നടങ്കം മികച്ച പ്രകടനം നടത്തി. അതിൻ്റെ ഫലമായിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ മത്സരത്തിന് മുന്നേ മഞ്ഞപ്പട ഒരു പ്രതിഷേധ റാലി സ്റ്റേഡിയത്തിന് പുറത്ത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. അതുവരെ അതിന് പ്രശ്നങ്ങൾ ഒന്നുമില്ലായിരുന്നു. പക്ഷേ അതിന് തൊട്ട് മുൻപ് അതിൽ സെക്യൂരിറ്റി റീസൺസ് ഉന്നയിച്ചുകൊണ്ട് അത് തടയുകയായിരുന്നു. ആ ഒരു റാലി നടത്താനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് മറികടന്നുകൊണ്ട് റാലി നടത്തിയാൽ കസ്റ്റഡിയിൽ എടുക്കും എന്നുള്ള ഒരു ഭീഷണി മഞ്ഞപ്പട അധികൃതർക്ക് ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ റാലി നടക്കാതെ പോയി. അതിനെ തുടർന്നാണ് മഞ്ഞപ്പട സ്റ്റേഡിയത്തിനകത്ത് വെച്ചുള്ള പ്രതിഷേധങ്ങൾ കടുപ്പിക്കാൻ തീരുമാനിച്ചത്. മത്സരത്തിൻ്റെ ആദ്യ മിനിറ്റ് തൊട്ട് അവസാന മിനിറ്റ് വരെ മാനേജ്മെൻറ്റിനെതിരെ ഒരുപാട് ചാൻറ്റുകൾ ആ ഒരു സ്റ്റേഡിയത്തിൽ മുഴങ്ങിക്കേട്ടിരുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പോലീസ് അവിടെ ഇടപെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അതിൻ്റെ വീഡിയോ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെതിരെ ചാൻറ്റുകൾ മുഴക്കുന്നത്, അതല്ലെങ്കിൽ പ്രതിഷേധം നടത്തുന്നത് തടയാൻ വേണ്ടി പോലീസ് രംഗത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അതിൻ്റെ വീഡിയോ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ആ ചാൻറ്റുകൾ മുഴക്കാൻ പാടില്ല എന്ന് പോലീസ് അറിയിക്കുകയായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ടാണ് മഞ്ഞപ്പട ഈ ഒരു ചാൻറ്റുകൾ നടത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു ഭീഷണി പോലീസിൻ്റെ ഭാഗത്ത് നിന്നും മഞ്ഞപ്പട വ്യക്തികൾക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ഇതിൻ്റെ പിറകിൽ മാനേജ്മെൻറ്റിൻ്റെ ഇടപെടലുണ്ടോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. ഇതിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. കാരണം ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ആരാധകർക്ക് ഒരു വിലയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് നൽകുന്നില്ല. അവർ ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും മോശമായ ഒരു കാര്യമായി പോയി എന്നുള്ള അഭിപ്രായക്കാർ ഇപ്പോൾ സജീവമാണ്. ഇതിൻ്റെ ബാക്കി പത്രം എന്നോണമാണ് ഈ ഒരു താരങ്ങൾ വൈക്കിംഗ് ക്ലാപ്പിന് വേണ്ടി സമീപിച്ച സമയത്തും ഈ ഒരു മാനേജ്മെൻറ്റ് ഔട്ട് എന്നുള്ള ചാൻറ്റ് മഞ്ഞപ്പട മുഴക്കിയത്. പക്ഷേ അത് പിന്നീട് മറ്റു പല കാര്യങ്ങളിലുമാണ് സംഭവിച്ചത്. അഡ്രിയാൻ ലൂണ തൻ്റെ താരങ്ങളെ പിറകിലേക്ക് വിളിച്ചു. അങ്ങനെ മറ്റൊരു ഭാഗത്ത് വെസ്റ്റ് ഗാലറിയിൽ പോയിക്കൊണ്ടാണ് ആ ഒരു വൈക്കിംഗ് ക്ലാപ്പ് നടന്നത്. ആ വിഷയത്തിൽ 2 അഭിപ്രായങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മഞ്ഞപ്പട ചെയ്തത് ശരിയായി എന്നുള്ള അഭിപ്രായക്കാർ വളരെയധികം സജീവമാണ്. ആ സമയത്തും മാനേജ്മെൻറ്റിനെതിരെ പ്രതിഷേധിച്ചത് മികച്ച ഒരു നീക്കമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവർ ഒരുപാടുണ്ട്. എന്നാൽ അതിനെ എതിർക്കുന്നവരും ഒരുപാടുണ്ട്. താരങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ പ്രതിഷേധം നടത്തിയത് ശരിയായില്ല. അവർ സെലിബ്രേറ്റ് ചെയ്യാൻ വരുമ്പോൾ ആ പ്രതിഷേധം നടത്താൻ പാടില്ലായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരും സജീവമാണ്. അങ്ങനെ 2 അഭിപ്രായങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് പ്രതിസന്ധികൾ മറികടന്നുകൊണ്ടാണ് മഞ്ഞപ്പട ഈ ഒരു പ്രതിഷേധം നടത്തുന്നത് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. പല വിധത്തിലുള്ള പ്രതിസന്ധികളും ഭീഷണികളും മഞ്ഞപ്പടക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ആ ഒരു വീഡിയോകളിൽ നിന്നും വളരെ വ്യക്തമാണ്. അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ മഞ്ഞപ്പട സംഘടിപ്പിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.